SFI പ്രതിഷേധം. SFI പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചു. മട്ടന്നൂരിൽ വിമാനമിറങ്ങി വയനാട്ടിലേക്ക് പോകും വഴിയായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തിന് പിന്നാലെ പോലീസ് അറസ്റ്റ് ചെയ്ത SFI പ്രവർത്തകരെ വാഹനം തടഞ്ഞ് DYFI പ്രവർത്തകർ ഇറക്കിവിട്ടു. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. അർജുൻ, ഇപ്പോൾ ഗവർണർ മടങ്ങിയോ? വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം DYFI പ്രവർത്തകരും എത്തിയതോടെ അതൊരു ഏറ്റുമുട്ടലിലേക്ക് വഴിതെളിച്ചെന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് വിവരങ്ങൾ? ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്കായുമുണ്ടോ? വിനീത, അതായത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വിമാനം ഇറങ്ങിയതിനു ശേഷം വയനാട്ടിലേക്കുള്ള യാത്രാമധ്യേയായിരുന്നു മട്ടന്നൂർ നഗരത്തിൽ വെച്ച് SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. സമാനമായ രീതിയിൽ തന്നെ കേരളത്തിലുടനീളം SFIയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ തന്നെയാണ് മട്ടന്നൂരിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത്. വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരും എന്നുള്ള കാര്യം തന്നെയാണ് SFI ഇതിൻ്റെ ഭാഗമായി അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഗവർണർ ഇന്ന് വയനാട്ടിലേക്കുള്ള യാത്ര മധ്യേയാണ് ഇത്തരത്തിൽ മട്ടന്നൂർ ടൗണിൽ വെച്ച് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. അതിനുശേഷം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. പക്ഷേ DYFI പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തുകയും ഈ പ്രവർത്തകരെ വാഹനത്തിൽ നിന്നും ഇറക്കി വിടുകയുമായിരുന്നു. കാരണം വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു. SFIയുടെ ജില്ലാ സെക്രട്ടറി നമ്മളോടൊപ്പം തന്നെയുണ്ട്. സഞ്ജീവ്, എന്തായിരുന്നു ഇത്തരത്തിലുള്ള, അതായത് പോലീസും നിങ്ങളും തമ്മിലുള്ള ഒരു വാക്കേറ്റത്തിലേക്കും ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ എത്താനുള്ള കാരണം എന്തായിരുന്നു? തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമരം നമ്മളിപ്പോൾ കേരളത്തിലെമ്പാടും ഗവർണർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാവ്യവൽക്കരണ നയത്തിനെതിരെയുള്ള ഒരു സമരം. ആ സമരത്തെ സ്വാഭാവികമായും കണ്ണൂരെത്തിയപ്പോൾ ഞങ്ങൾ ആ സമരവുമായി മുന്നോട്ട് പോയി. എന്നിരുന്നാലും കേരളത്തിലെ പോലീസിന് വിശ്വാസമില്ലാത്ത, കേരളത്തിന്റെ പോലീസ് സുരക്ഷ ആവശ്യമില്ലാത്ത ഗവർണർ ഇത്തരത്തിൽ കടന്നു വന്നപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ ഒരു ലാത്തി ചാർജ് ഉൾപ്പെടെ അവർ ലാത്തി കൊണ്ട് അടിക്കുന്നത് ഉൾപ്പെടെയുള്ള രീതിയിൽ പ്രകോപനമുണ്ടായി. സ്വാഭാവികവും ഞങ്ങൾ അതിന്റെ പ്രതിഷേധം അറിയിച്ചു. വരും ദിവസങ്ങളിലും തുടർ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ നടത്താൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായും അതെ, ആ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയാണ്. കാരണം നിരന്തരമായി കേരളത്തിലെ സർവകലാശാലകളിൽ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും ഒക്കെ സംഘപരിവാറുകാരെ തിരികെ കയറ്റുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തെ തകർക്കാനുള്ള ശ്രമമാണ് RSS സംഘടിപ്പിക്കുന്നത്. ഈ പറഞ്ഞ ഗവർണറിലൂടെ, ചാൻസലറിലൂടെ ആ സമരം തുടരും. ജനാധിപത്യപരമായ സമരമായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ? ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ജനാധിപത്യപരമായുള്ള സമരം, ഈ ഘട്ടത്തിൽ ഞങ്ങൾ ജനാധിപത്യ സമരവുമായി മുന്നോട്ട് പോകുന്നത്. മറ്റ് സമരങ്ങളെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നലുവായി മുന്നോട്ട് പോകും. മറ്റേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പിന്നീടായിരിക്കും ആലോചിക്കും. എന്തായാലും വരും ദിവസങ്ങളിലും തുടർ സമരങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം തന്നെയാണ് SFI അറിയിച്ചിരിക്കുന്നത്. DYFI പ്രവർത്തകർ വാഹനത്തിന്റെ ചാവി ഉൾപ്പെടെ ഊരി മാറ്റിക്കൊണ്ട് തന്നെയാണ് തടഞ്ഞു നിർത്തി ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ഇറക്കി വിടുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം തുടരും എന്നുള്ള കാര്യം തന്നെയാണ് SFI അറിയിക്കുകയും ചെയ്യുന്നത്. വിനീത, വലിയ പ്രതിഷേധമാണ് കണ്ണൂരിൽ ഗവർണർക്ക് നേരെ ഉണ്ടായത്.